അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. എൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും നേട്ടങ്ങളും സുഖവും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നോട് പല ആളുകളും പറയുന്ന കാര്യമാണ്, ചില ആളുകൾ പറയും അവർക്ക് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സുഖമുണ്ട്, ഒരുപാട് പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, സന്തോഷം കിട്ടി, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടി, കുടുംബത്തിൽ നല്ല സുഖജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ പറയും ഒരു കാര്യവുമില്ല, ഒരു നേട്ടവുമില്ല, എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് ഫലം കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായ ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊരു പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിലും, നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അത് ദൈവം സ്വീകരിക്കുകയും അതിന് നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യണമെങ്കിൽ നമ്മൾ എന്താവണം? നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാകണം. എല്ലാ കാര്യങ്ങൾക്കും സെക്കും സേറും അതുപോലെ തന്നെ സംശയങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്ക് ഫലം കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ അവർ വളരെ സ്നേഹത്തിൽ ഒരുമയോടുകൂടി ജീവിക്കണം. പരസ്പരം അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടി ജീവിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഭാര്യയായാലും ഭർത്താവായാലും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അപ്പം അതിന് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം കാര്യങ്ങൾ നന്നാക്കി നല്ലൊരു ഐക്യത്തോടു കൂടി ഭാര്യയും ഭർത്താവും പ്രത്യേകിച്ച് കുടുംബത്തിൽ നല്ലൊരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം കിട്ടുക. മനസ്സിലായോ? ഭാര്യയും ഭർത്താവും നല്ല ഒരു ഒരുമയോട് കൂടി അല്ലെങ്കിൽ ആ വീട്ടിൽ മലക്ക് മലായിക്കത്തീങ്ങളൊന്നും ഇറങ്ങുകയില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു നല്ല ഒരു ആത്മാവിന്റെ സ്പർശനം ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മൾ എന്താവണം? നല്ല സ്വഭാവങ്ങളും നല്ല പ്രവർത്തികളും നല്ല പെരുമാറ്റങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അത് കണ്ട് നമ്മുടെ മക്കളും പഠിക്കണം. മനസ്സിലായോ? എന്നാലേ നമ്മുടെ മക്കളും നന്നായി വരുള്ളൂ. പല ആളുകളും മക്കൾ ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണ് അധിക പേരും. അപ്പം അതുപോലെ തന്നെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്ന രീതിയിൽ പല ആളുകൾക്കും ഭർത്താവിന് തോന്നും ഭാര്യ ശരിയല്ല, ഭാര്യയ്ക്ക് തോന്നും ഭർത്താവ് ശരിയല്ല. അങ്ങനെ മറ്റ് പല രീതിയിലേക്കും പോകുന്ന പല ആളുകളും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായ ഒരു സുഖം കിട്ടുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിദയനീയമായ ദുരൂഹമായ പല സാഹചര്യങ്ങളും നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം നന്നാക്കി എടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഇടപാടുകൾ എല്ലാം നമ്മൾ നന്നാക്കിയെടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ അന്തരീക്ഷം നന്നാക്കിയെടുക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ അന്തരീക്ഷം പലതരത്തിലും മലീമസമായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനക്കും കാര്യത്തിനും ഉത്തരം കിട്ടണമെങ്കിലും അതിന് ഫലം കാണണമെങ്കിലും ഒക്കെ നമ്മൾ നല്ല ഒരു അന്തരീക്ഷം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കണ്ടിന്യൂ ആയി നമ്മൾ പ്രാർത്ഥന നടത്തുകയാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം. അതുപോലെ നമ്മുടെ മനസ്സും വൃത്തിയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ബുക്കൂറുകൾ പുകയ്ക്കണം. നല്ല ബുക്കൂറുകൾ പുകയ്ക്കണം. അപ്പൊ ബുക്കൂർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അതായത് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഈ അഷ്ടഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗന്ധങ്ങളുണ്ട്. അത് 8 തരം ഗന്ധങ്ങളാണ്. അപ്പം ഞാൻ പലതരത്തിലുള്ള ഗന്ധങ്ങളും ഞാൻ പുകയ്ക്കാറുണ്ട്. അത് നമ്മൾ
ഒരു വിധം മാത്രം പുകയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വലിയ കാര്യങ്ങളൊന്നും നോക്കാനില്ല. അത് കുറേച്ചങ്ങനെ ചിരട്ടക്കണലുണ്ടാക്കിയിട്ട് ഏതെങ്കിലും നല്ല ഒരു വെള്ളിയാഴ്ച രാവ്, അതുപോലെ തിങ്കളാഴ്ച രാവ്, അതുപോലെ ബുധനാഴ്ച, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നോക്കിയിട്ട്, ഒരു വലിയ നെഗറ്റീവ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിയിട്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നെഗറ്റീവിൻ്റെ ദിവസങ്ങളൊക്കെ അത് നോക്കിയിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് അധിക സമയം പ്രാർത്ഥനയിൽ ഇരിക്കുകയും, അതുപോലെ അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒരു മോന്തി സമയത്ത് കുറച്ച് നല്ല ബുക്കൂർ പുകയ്ക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. കാരണം അന്ന് നമ്മുടെ ആ ഒരു അന്തരീക്ഷം, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം, ആ ചുറ്റുപാടുകളൊക്കെ നല്ല ഒരു സ്മെല്ലുണ്ടാകും. അപ്പം അതിന് നല്ല, അതായത് റൂഹാനികളും അതുപോലെ തന്നെ മറ്റ് പല മലക്ക് മലായിക്കത്തീങ്ങളും ഇറങ്ങി വരാനും, നല്ല നല്ല ജിന്നുകൾ ഇറങ്ങി വരാനും ഒക്കെ, അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും എല്ലാറ്റിനും നല്ലതാണ് നല്ല ബുക്കൂറുകൾ പുകയ്ക്കുന്നത്. അപ്പം അതിന് ഞാൻ പലതരത്തിലുള്ള ബുക്കൂറുകളും പുകയ്ക്കാറുണ്ട്. അകില്, കുങ്കുമം, പിന്നെ അതുപോലെ തന്നെ കുന്തിരിക്കം, രാമച്ചം, ചന്ദനം, ഗുൽഗുലു, മാഞ്ചി, കൊട്ടം, ഇരുവേലി, സാമ്പ്രാണി, കർപ്പൂരം, ഇങ്ങനെയുള്ള പല സംഗതികളും അതിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയിട്ട് മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഒരു സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് സ്മെല്ല് കിട്ടുന്ന ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലും അതൊരു ബുക്കൂറ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ചിരട്ടക്കണൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് സാമ്പ്രാണി അല്ലെങ്കിൽ മണിക്കുന്തിരിക്കം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുകയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഊത് വാങ്ങിയിട്ട് പുകയ്ക്കാം. ഈ ഊത് എന്ന് പറയുന്ന സാധനം തന്നെയാണ് അകില്. വൈദ്യന്മാരെ കടയിൽ നിന്നൊക്കെ കിട്ടും. അകിലെന്ന് പറഞ്ഞാലും കിട്ടും, ഊത് എന്ന് പറഞ്ഞാലും കിട്ടും. അത് മരക്കഷ്ണം പോലത്തെ ചെറിയ ചെറിയ പൊട്ടും പൊടിയും സാധനങ്ങളാണ്. അപ്പം അതൊക്കെ ഒരു അല്പം ഉണ്ടെങ്കിൽ അത് പുകയിച്ചിക്കാണ് വെച്ചെങ്കിൽ ഒക്കെ നല്ല കാര്യങ്ങളാണ്. മനസ്സിലായോ? പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പുകയ്ക്കുന്നതും കത്തിക്കുന്നതും ഒഴിഞ്ഞു കളയുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അതിനെക്കുറിച്ച് ക്രിയകൾ അറിയാത്തവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്കതിന് അതുകൊണ്ടുള്ള ഫലങ്ങളും കിട്ടൂല. അത് നമുക്ക് ചിലപ്പം തിരിച്ചടിയായി മാറുകയും ചെയ്യും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, പല ആളുകളും പറയുന്ന കാര്യമാണ് അസ്മാഉൽ ഹുസ്ന. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ തുടങ്ങിയപ്പം ഒരുപാട് മാറ്റങ്ങൾ കിട്ടി, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സുഖമുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ ചില ആളുകൾ പറയും അതൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? അത് കാര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടും അതിനൊരു നിലവാരം കൊടുക്കാത്തതിന്റെ പേരിലും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണം. നമ്മുടെ വീട്ടിൽ കലഹവും പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ആർക്കോ വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ചാൽ അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കാര്യം, എനിക്ക് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും കിട്ടി. ഞാൻ പറയുന്നത് വളരെ ചുരുങ്ങിയത് ഒരു 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചെല്ലാനാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് തീരെ എടുക്കാത്തവർക്ക് ചൊല്ലിപ്പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? എന്നാൽ നേരെ മറിച്ച് 100, 200, 300, 400, 600 തവണ ചെല്ലുന്നവരുണ്ട്. അപ്പം ഞാനൊക്കെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അതും മറ്റുള്ളതും ഒക്കെ ഞാൻ ചെല്ലാറുണ്ട്. പക്ഷേ അസ്മാഉൽ ഹുസ്ന തന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച, അതായത് പിന്നെ ഒരു 16/10/2025 ഞാൻ ചെല്ലി പൂർത്തിയാക്കി 10,000 അസ്മാഉൽ ഹുസ്ന. 10,000 അസ്മാഉൽ ഹുസ്ന. അപ്പോൾ അത് ചെല്ലാൻ തുടങ്ങിയത് ഇപ്പം അടുത്തൊന്നുമല്ല, അതായത് 2019 ചെല്ലാൻ തുടങ്ങിയതാണ്. അപ്പം ഞാനത് കണക്കുകളൊന്നും അങ്ങനെ വെക്കാറില്ല. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെല്ലാറുണ്ട്, പക്ഷെ ഞാൻ ഒന്നും കണക്ക് വെക്കാറില്ല. പക്ഷെ ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാലത്തിൻ്റെ അടുക്ക് പലതും കണക്കുകളൊക്കെ എഴുതി വെക്കാനൊക്കെ തുടങ്ങി. കാരണം കണക്ക് വെക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ഞാൻ 2019 ഒരു വ്യാഴാഴ്ചയാണ് ഞാൻ തുടങ്ങിയത്. അന്ന് മുതൽക്ക് ഞാൻ കണക്ക് വെച്ചിട്ട് ഞാൻ 10,000 അസ്മാഉൽ ഹുസ്ന ചെല്ലി പൂർത്തിയാക്കി 16/10/2025. അതിന് ശേഷം ഞാൻ വീണ്ടും ചെല്ലാൻ തുടങ്ങി. പിന്നെ എനിക്ക് ചില സമയത്ത് നല്ലോണം ചെല്ലാൻ കഴിയും, ചില സമയത്ത് എനിക്ക് മറ്റു പല ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടൂല. ചിലപ്പോൾ പുറത്തേക്ക് പോണ ദിവസമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ചെല്ലാൻ കിട്ടില്ല. ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. വേണ്ട ഇതിൽ ഇതാ നോക്കിയാൽ കാണാം. കണ്ടോ? ഇതിലിപ്പം 337 ഇത് രണ്ടാമത് തുടങ്ങിയതാണ്. ഇതിൽ നമുക്ക് 10,000 വരെ ചൊല്ലാം. 10,000 വരെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും പൂജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഈ സാധനമൊക്കെ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലമായി. എൻ്റെ കയ്യിൽ പലതും വരുന്നത് ഞാൻ ചില ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കും ചെയ്യും. കൊടുക്കുമ്പോൾ ഞാൻ വേറെ ഒന്ന് വാങ്ങി വെക്കും. എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് കൊടുക്കും. ഞാൻ ഉപയോഗിച്ചത് ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കും.
അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട്. ചിലപ്പോൾ പുതിയ തന്നെ ഞാൻ കൊടുക്കും. ഇപ്പം ഞാനിത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. അതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ടായിനി. അത് നമ്മളൊരു സുഹൃത്ത് തന്നെ, ഒരു ഉസ്താദാണ്. മൂപ്പരെ നമ്മൾ ബാവസ്താദ് എന്നാണ് വിളിക്കല്. ആ ഉസ്താദിന് ഞാൻ കൊടുത്ത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ സ്പെയറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് അത്രയും ബന്ധമുള്ള ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊടുക്കും. അതെന്താ വെച്ചാൽ അത് ചെല്ലുന്നവർക്കേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പുണ്യം കിട്ടും ചെയ്യും. അവരത് കൃത്യമായിട്ട് ഫോളോ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതിനൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൊല്ലി അത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വരുന്നത് ഒരു പ്രത്യേക തരം എനർജി ആയിരിക്കും. അത് നമ്മളിൽ നിലനിൽക്കും. പിന്നെ നമ്മളിപ്പം കാണുന്നത് അതായത് നമ്മുടെ 2 കണ്ണുകൾ കൊണ്ട് കാണുന്ന ലോകം അല്ല യഥാർത്ഥത്തിലുള്ള ലോകം. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതുമല്ല യഥാർത്ഥത്തിലുള്ള ലോകം. നമ്മളിപ്പം കണ്ണുകൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മൾ കപടകപരമായിട്ടുള്ളൊരു ലോകത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നമ്മുടേതെന്ന് കരുതുന്നതും എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. മനസ്സിലായോ? നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ മക്കളാകട്ടെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ഭാര്യയാകട്ടെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ഭർത്താവാകട്ടെ നമുക്ക് നഷ്ടപ്പെടും. എന്തിനധികം പറയുന്നത്, നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, ആറ്റുനൂറ്റ് നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, ഒരു 50 ലക്ഷം അല്ല 1 കോടി ഉറുപ്പിക ചെലവാക്കി ഒരു വീടുണ്ടാക്കി. ആ വീട് കുറച്ച കാലം കഴിയുമ്പോൾ ഒരു 10, 15, 20 വർഷം നമ്മളതിൽ താമസിക്കുമ്പോൾ നമുക്കത് പറ്റാതെ വരും. ചിലപ്പം നമ്മളത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അത് നമ്മൾ വെക്കും, അല്ലെങ്കിൽ നമുക്ക് അത് പറ്റാതെ വന്നിട്ട് അതിനേക്കാൾ നല്ലത് ഉണ്ടാക്കാന്ന് കരുതി വെക്കും, അല്ലെങ്കിൽ നമ്മളത് കുറച്ച് ഓവറായി പോയി എന്ന് കരുതിയിട്ട് നമ്മൾ അതിനേക്കാൾ ചെറുത്ത് മതി എന്ന് കരുതിയിട്ട് നമ്മൾ വെക്കും. ആ സമയത്തും നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ നമ്മുടെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതും. പിന്നീട് എത്രയോ ആളുകൾ പറയുന്നുണ്ട്, വീട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഒന്നും കച്ചവടമാകുന്നില്ല, അതിന് ഇനി വില കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, അതൊന്ന് തലേന്ന് ഒഴിവായി കിട്ടിയാൽ മതി ഇനിയും. എന്താ അങ്ങനെ പറയാൻ കാരണം, അവർ ആറ്റുനോറ്റ് ഉണ്ടാക്കിയൊരു വീടാണ്. ആ വീടാണ് ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് തലേന്നൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി ഇനിയും. ഇപ്പൊ അടുത്ത് എന്നോട് വേറൊരാൾ പറഞ്ഞു, നമ്മൾ നല്ലൊരു സ്ഥാപനം തുടങ്ങിയനി, ആ സ്ഥാപനം മുന്നോട്ട് പോകാത്ത അവസ്ഥയിലായി, കടങ്ങളും കഷ്ടപ്പാടും പ്രശ്നങ്ങളും, അതൊന്ന് തലേന്ന് ഒഴിവായി കിട്ടിയാൽ മതി ഇനി, കിട്ടുന്നതിന് കൊടുക്കാം, തലേന്ന് ഒഴിവായി കിട്ടിയാൽ മതി ഇനി. അനവധി ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ട്. പല ഷോപ്പുകളും, റെഡിമെയ്ഡ് ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ, മറ്റുള്ള ഷോപ്പുകൾ, നമ്മൾ എത്ര ആറ്റുനോറ്റാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ അതുപോലെ ഭർത്താക്കന്മാർ എത്ര നല്ല സ്നേഹത്തിൽ ജീവിച്ചവരാ, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർ തലേന്നൊന്നും ഒഴിവായി കിട്ടിയാൽ മതി ഇനിന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ കാണുന്ന ലോകം എന്തല്ല, കപടകപരമായിട്ടുള്ളൊരു ലോകമാണ്. മനസ്സിലായോ? യഥാർത്ഥ ലോകം നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് കാണണം. മനസ്സിലായോ? നമ്മുടെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് കാണണം യഥാർത്ഥ ലോകം. ആ യഥാർത്ഥ ലോകം നമ്മളിൽ നിന്ന് ഒരിക്കലും നശിച്ചു പോകില്ല, അത് നമ്മോടൊപ്പം ഉണ്ടാകും. മനസ്സിലാകുക? അതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ ആ യഥാർത്ഥ ലോകം നമ്മൾ കാണാൻ തുടങ്ങും. മനസ്സിലായോ? യഥാർത്ഥ ലോകം നമ്മൾ കാണാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇത്രയും കാലം കണ്ട ലോകമല്ല യഥാർത്ഥ ലോകം, നമ്മൾ ഇപ്പം കാണുന്ന ലോകമാണ് യഥാർത്ഥ ലോകം. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ബുക്കൂറുകൾ പുകയിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല മനസ്സ് നന്നാക്കി, പരിസരം നന്നാക്കി, നമ്മുടെ എല്ലാ അവസ്ഥകളും ചുറ്റുപാടുകളും നന്നാക്കി നമ്മൾ അതിലേക്ക് മുഴുകി അതിലെ ഒരു അവസ്ഥയിലേക്ക് എത്തണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പിന്നെ കാണാൻ തുടങ്ങുന്നത് എന്താണ്, മറ്റൊരു ലോകമാണ്. അവിടെ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആ അർവാഹുകളുടെ തേരോട്ടം, അതാണ് പിന്നെ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. ഞാൻ അനവധി പ്രാവശ്യം കണ്ടതും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അർവാഹുകളുടെ തേരോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അർവാഹുകൾ എന്ന് പറഞ്ഞാൽ റൂഹാനികളാണ്. റൂഹാനികൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മനുഷ്യരുടെ നല്ല ആത്മാക്കൾ, അതാണ് റൂഹാനികൾ. അതിൽ മോശമായതൊന്നും ഉണ്ടാവില്ല, ഏറ്റവും നല്ലതേ ഉണ്ടാവുള്ളൂ. ഏറ്റവും നല്ല മനുഷ്യരുടെ റൂഹാനികളാണ് അർവാഹുകൾ. അത് മഹാന്മാരുടെ ആകാം, നമ്മുടെ മാതാപിതാക്കളാവാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാവാം, അതുപോലെ മറ്റ് പല പ്രഗത്ഭരായ ആളുകളുടെയും ആവാം. അപ്പോൾ അവരുടെ തേരോട്ടം എന്ന് പറഞ്ഞാൽ അവര് സ്വർണത്തിന്റെ രഥവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും.
നമ്മൾ ചൊല്ലുന്നതും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും അവർ ആ രഥത്തിൽ കയറ്റി അവർ കൊണ്ടുപോകുന്നതും അവരോട് നമുക്ക് സംസാരിക്കാനും കഴിയും, അവരുടെ പ്രശംസ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അത് ആ ഒരു റൂഹാനികളും അവരെ നിയന്ത്രിക്കുന്ന മുന്നിലും പിന്നിലുമായിട്ടുള്ള മലക്കുകളും അവരുടെ കൂട്ടത്തിൽ തന്നെ നല്ല നല്ല ജിന്നുകളും ഒക്കെ ഉണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, അത് അവിടേക്ക് നമ്മൾ എത്തണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ കാണുന്നത് മറ്റൊരു ലോകമാണ്, നഷ്ടപ്പെടാത്ത ഒരു ലോകം. ആ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു, എന്നേക്കുമായി വിജയിച്ചു. മനസ്സിലായോ? ഇന്ന് നമ്മളിവിടെ കാണുന്ന ദുനിയാവിൽ കാണുന്ന ആ ഒരു കപടത്തരമല്ല അത് യാഥാർത്ഥ്യമാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത യാഥാർത്ഥ്യം. അത് ആ വഴിക്ക് ചിന്തിച്ചവരും ആ വഴിക്ക് പോയവർക്കും മാത്രമേ മനസ്സിലാവൂ, എല്ലാവർക്കും മനസ്സിലായില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ ഇവിടെ കളിയാക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും എല്ലാറ്റിനും ആളുണ്ടാകും. പക്ഷെ യാഥാർത്ഥ്യം അവർക്കറിയില്ല. അവരെ അപ്പം കാണുന്നവരെ അച്ചാച്ചാന്ന് വിളിക്കും, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. മനസ്സിലായോ? പക്ഷെ അവരുടെ കാര്യങ്ങൾക്കൊന്നും ശാശ്വതമല്ല. അവരുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. അവരുടെ ഭാര്യ നഷ്ടപ്പെടും, ഭർത്താവ് നഷ്ടപ്പെടും, മക്കൾ നഷ്ടപ്പെടും, മാതാപിതാക്കൾ നഷ്ടപ്പെടും, നല്ല വീടുകൾ നഷ്ടപ്പെടും, നല്ല വാഹനങ്ങൾ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. ഒന്നുമില്ലാത്ത അവസ്ഥ ആവും. എല്ലാം ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പറയും. എല്ലാം ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു, ഇതൊന്ന് തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെന്നവൻ അതിൻ്റെ ആ ഒരു ജീവിതം അവൻ ആസ്വദിക്കുമ്പോൾ അവൻ പറയും, ഇത് ഇത്രയും കാലം ഞാൻ ഇതിലേക്ക് വരാതിരുന്നത് തീരാ നഷ്ടമായി പോയി എന്ന് പറയും. അവൻ അതിനെ മുറുകെ പിടിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോന്ന്. അതിന് വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കണം, നല്ല മാതാപിതാക്കൾക്ക് നമ്മൾ ജനിക്കണം. അത് തന്നെ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ മക്കളും എല്ലാവരും ഒരേപോലെ ആയിക്കോളുന്നില്ല. മനസ്സിലായോ? ഇന്നത്തെ കാലത്തുള്ള മക്കളൊക്കെ എന്താണെന്ന് മാതാപിതാക്കളുടെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒരു തെറ്റായ രീതിയിലാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മാതാപിതാക്കളെ എന്നൊരു വാക്ക് പോലും നമ്മൾ പറയാതെ അവരുടെ വാക്കുകളെ അംഗീകരിച്ച് സ്നേഹവും നല്ല സമ്പർക്കവും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മക്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിലേക്ക് എത്തിപ്പെടാനും സാധിക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനസ്സിലായോ? അപ്പം വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി പറയുന്നത്. മനസ്സിലായോ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണം. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ എല്ലാവരും ചോദിക്കുന്ന കാര്യം കളം ചോദിക്കും. അപ്പം ഞാൻ കുറേ വീഡിയോകൾ ചെയ്തതിൽ തന്നെ കുറച്ച് കളങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പല ആളുകളും അത് ഉപയോഗിക്കുന്നു, നല്ല ഗുണങ്ങൾ കിട്ടുന്നവരുണ്ട്, പല ആളുകളും അത് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് ക്ഷീണം ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാനത് അറിയും ചെയ്യും. മറ്റുള്ളവർ ഈ കളങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ഞാനതറിയും, എനിക്കതിൻ്റെ നെഗറ്റീവ് വരും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ കളങ്ങളൊന്നും ചെയ്യാത്തതും പറയാത്തതും അതുകൊണ്ടാണ്. അപ്പം ഏതായാലും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നല്ലത് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമുക്ക് വീണ്ടും കാണാം, മറ്റുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഓക്കെ, ബൈ.